തൃശൂരിലെ വോട്ട് ചേർക്കലിനെ കൊള്ള എന്ന് വിളിച്ചാൽ ഒരുപക്ഷെ കുറഞ്ഞു പോകും. ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നത് എന്ന് മനസ്സിലാകും. ജനാധിപത്യത്തിന്റെ സകല മര്യാദകളും കാറ്റിൽ പറത്തി BJP വോട്ട് ചേർത്തതിനെ കുറിച്ചുള്ള വാർത്ത കേൾക്കുന്നവർ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഇന്നുവരെ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത അത്രയും വലിയ തട്ടിപ്പാണ് ഈ വോട്ട് ചേർക്കലിലൂടെ നടന്നിട്ടുള്ളത് എന്നും വ്യക്തമാണ്. സ്വന്തം വീട്ടുകാരെ മുഴുവൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂരിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചേർക്കുക, എന്നിട്ട് വോട്ടിംഗ് കഴിഞ്ഞതിന് പിന്നാലെ നാടുകടത്തുക. തിരുവനന്തപുരത്ത് വോട്ടുള്ള ഡ്രൈവറെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ തൃശൂരിലെ വോട്ടറാക്കുക. ഒരു വീട്ടഡ്രസ്സിൽ അവർ പോലും അറിയാത്ത 10ഓളം ആളുകളുടെ വോട്ട് ചേർക്കുക. ഇതൊക്കെ ഏതെങ്കിലും നാട്ടിൽ കേട്ടുകേൾവി ഉള്ളതാണോ? പോട്ടെ, കേരളത്തിൽ പോലും ഇത്തരം നീചമായ വോട്ട് ചേർക്കൽ മുൻപ് പറഞ്ഞു കേട്ടിട്ടെങ്കിലുമുണ്ടോ? തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്നാണ് വോട്ട് ചേർക്കലിലെ ചെമ്പ് പുറത്താകുന്നത്. അന്ന് ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കേരളത്തിൽ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നടന്നതായി പുറത്തറിഞ്ഞത്. രാഹുൽ ഗാന്ധി കർണാടകയിലെയും ഉത്തരേന്ത്യയിലെയും വോട്ടുകൊള്ളയുടെ ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിട്ടതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം ജോസഫ് ടാജറ്റ് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലെ ആരോപണം സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ 11 വോട്ടുകൾ തൃശൂരിൽ സ്ഥിരതാമസമല്ലാത്ത അദ്ദേഹത്തിന്റെ സഹോദരനും കുടുംബവും സുരേഷ് ഗോപിയുടെ കുടുംബം എന്നിവരുടെ വോട്ടുകൾ അനധികൃതമായി ചേർത്തു എന്നായിരുന്നു. അതിൽ അവസാനിക്കും എന്ന് കരുതിയപ്പോഴാണ് ദാ വരുന്നു ഒന്നിനു പിന്നാലെ ഒന്നായി കള്ളവോട്ട് ചേർക്കലുകളുടെ മാലപ്പടക്കം. ഒരു ഫ്ളാറ്റിലെ 10ഓളം വോട്ടുകൾ, ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ അടക്കം കള്ളവോട്ട്. അങ്ങനെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം തൃശൂരിൽ മാത്രം ചേർക്കപ്പെട്ടത് 1.5 ലക്ഷത്തോളം വോട്ടുകളാണ് എന്നാണ് കണക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാനത്താകെ ചേർക്കപ്പെട്ട 16 ലക്ഷത്തോളം വോട്ടുകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ടതും തൃശൂരിലാണ് എന്നതാണ് കണക്ക്. ഇനി തൃശൂരിലെ വോട്ടുകൊള്ളയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് വരാം. തൃശൂർ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് എന്ന അപ്പാർട്ട്മെന്റിലെ C4 എന്ന ഒരു ഫ്ളാറ്റിൽ 10 വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഫ്ളാറ്റിലെ താമസക്കാരിയായ പ്രസന്ന ഒഴികെ ബാക്കി 9ഉം കള്ളവോട്ടുകൾ. അതിൽ ഒരു വോട്ടറുടെ വിശദാംശം പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരം ഇങ്ങനെ: പേര് S. അജയ് കുമാർ, സ്ഥലം തിരുവനന്തപുരം ശാസ്തമംഗലം, ആൾ തൃശൂർ MP സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശാസ്തമംഗലം NSS സ്കൂളിൽ വോട്ട് ചെയ്ത ആൾ പെട്ടെന്ന് തൃശൂർ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ C4 ഫ്ളാറ്റിലെ വോട്ടറായി. ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടികയിലും അജയ് കുമാറിന്റെ വോട്ട് ശാസ്തമംഗലത്തുണ്ട്. അതായത് അജയ് കുമാർ തൃശൂരിൽ വ്യാജ വോട്ടറാണ് എന്ന് അർത്ഥം. C4 ഫ്ളാറ്റിലെ മാത്രം വ്യാജ വോട്ടർമാരുടെ കാര്യമാണ് ഇത്. ഇങ്ങനെ ഏതെല്ലാം ഫ്ളാറ്റുകളും മറ്റും കേന്ദ്രീകരിച്ച് വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടാകാം എന്നാണ് ആലോചിക്കേണ്ടത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം വോട്ടുകൾ ചേർക്കപ്പെട്ടത് തൃശൂർ മണ്ഡലത്തിലാണ് എന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇതിൽ തന്നെ ഇപ്പോൾ പുറത്തുവന്ന വ്യാജ വോട്ടുകളുടെ കണക്കുകൾ എല്ലാം വിരൽ ചൂണ്ടുന്നതാകട്ടെ സുരേഷ് ഗോപിയിലേക്കും. അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ മാത്രം ചേർക്കപ്പെട്ട 1,46,673 വോട്ടുകളിൽ എത്ര വ്യാജ വോട്ടർമാരുണ്ടാകും? 2019 അപേക്ഷിച്ച് കേരളത്തിൽ ആകെ വർദ്ധിച്ചത് 16,02,172 വോട്ടുകളാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ വോട്ട് ചേർക്കലുകളിലെ വെള്ളം ചേർക്കലുകൾ മനസ്സിലാകുന്നത്. അന്ന് ജനുവരി 22 അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം നൽകി. മാർച്ച് 25 വരെയുള്ള ഇക്കാലയളവിൽ 30,000-ഓളം ആളുകൾ തൃശൂരിൽ മാത്രം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തൃശൂരിലെ വ്യാജ വോട്ട് ആരോപണം വന്നതിന് പിന്നാലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി DCC പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിൽ മണ്ഡലത്തിലെ 1275 ബൂത്തുകളിൽ പകുതി ബൂത്തുകളിലെയും, അതായത് 642 ബൂത്തുകളിലെയും ഫ്ളാറ്റുകൾ, വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ എന്നിവ കേന്ദ്രീകരിച്ച് കള്ളവോട്ടുകൾ ചേർത്തതായാണ് കണ്ടെത്തൽ. ഓരോ ബൂത്തിലും 50 മുതൽ 100 വരെ വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടെങ്കിൽ പരാതി നൽകിക്കൂടെ? അല്ലെങ്കിൽ എന്താണ് പരാതി നൽകാത്തത് എന്ന് ചോദിക്കരുത്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വ്യാജ വോട്ടർമാരെ കുറിച്ച് വിശദ വിവരങ്ങൾ സഹിതം പരാതികൾ നൽകിയിരുന്നുവെന്നാണ് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറയുന്നത്. എന്നിരുന്നാൽ പോലും
പരാതി നൽകിയില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാവുന്നതല്ല ഈ കള്ളക്കളികളൊന്നും. ഞങ്ങൾ ചേർത്തതുപോലെ നിങ്ങൾക്കും ചേർക്കാമായിരുന്നില്ലേ എന്ന തീർത്തും അധാർമികമായ ചോദ്യത്തിലൂടെ ഈ കള്ളവോട്ടിനെയൊക്കെ ന്യായീകരിക്കുകയാണ് BJP. ഒപ്പം വ്യാജ വോട്ടർമാരെ കുറിച്ചുള്ള പരാതിയിലെ ഹിയറിംഗ് ഏറെ സാങ്കേതികമാണ് എന്നിരിക്കെ BLOമാർ വഴി മരിച്ചവരെ നീക്കം ചെയ്യുന്നത് പോലെ വ്യാജ വോട്ടുകൾ നീക്കം ചെയ്യേണ്ടതിന് പകരം പക്ഷേ ഇലക്ഷൻ കമ്മീഷനും BJPക്കാരും അട്ടിമറിയെ ദുർബലമായ വാദങ്ങൾ നിരത്തി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. പൂങ്കുന്നത്തെ 9 വോട്ടുകളിലോ സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ വോട്ടിലോ തീരുന്നതല്ല തൃശൂർ മണ്ഡലത്തിലെ വോട്ടുകളിലെ മറിമായം. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരുടെ വെളിപ്പെടുത്തൽ പ്രകാരം മലപ്പുറത്തെ ഒരു BJP നേതാവ് പോലും തൃശൂരിലെത്തി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചെയ്തിട്ടുമുണ്ട്. മലപ്പുറം ജില്ലയിലെ വോട്ടറായ ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചേർത്തു എന്നത് BJP സംസ്ഥാന നേതൃത്വം നേരിട്ട് അയൽ ജില്ലകളിലെ പ്രവർത്തകരുടെ വോട്ടുകൾ തൃശൂരിലേക്ക് ചേർത്തു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് എന്നാണ്. 1.5 വർഷമായി സ്ഥിര താമസക്കാരനായിരുന്നുവെന്ന ഉണ്ണികൃഷ്ണന്റെ വാദമൊക്കെ പച്ചക്കള്ളമാണ്. അങ്ങനെയാണെങ്കിൽ ആരുടെ കൂടിയായിരുന്നു താമസം എന്നതുകൂടി ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം പോലും സംശയത്തിന്റെ നിഴലിലാകുകയാണ്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും സുരേഷ് ഗോപി രാജിവെക്കണമെന്നും എല്ലാമുള്ള ആവശ്യങ്ങൾ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നായി ഉയരുന്നുണ്ട്. വോട്ടിലെ ഈ കള്ളങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിനായി എന്ത് അധാർമിക മാർഗവും BJP സ്വീകരിക്കുമെന്നതിന് ഉത്തമ തെളിവാകും അത്. ഇതോടെ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ഒപ്പം ജനപ്രാതിനിധ്യവും സംശയത്തിന്റെ കരിനിഴലിലാകുകയാണ്.